നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ആവേശം എപ്പോഴും നാട്ടിൻപുറങ്ങളിലാണ്. വയോജനങ്ങൾ ഒത്തുകൂടുന്ന മലപ്പുറം കോട്ടപ്പടിയിലെ ബെഡായി ബസാറിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട്. ഇക്കാ 50 വയസ്സായിട്ടില്ല, കേറാൻ പറ്റുമോ? കുറച്ചേരം വർത്താനം പറയാം. ഓ, ഇവിടെ ആർക്കും സ്വാഗതമാണല്ലോ. എനിക്ക് 50 വയസ്സൊന്നും ആകണ്ട. നിങ്ങൾ വരൂ. ആയിക്കോട്ടെ, ഇരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടം. ഡിസംബർ 9-നും 11-നും. 11-നാ മലപ്പുറത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ഈ നാട്ടിലെ പണാധിപത്യം ഉള്ളവർക്ക് മുന്നിക്ക് വരാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പ് നമ്മളെ കാഴ്ചപ്പാടില്. എന്താ അങ്ങനെ വർത്താനോ? പണം ഇതിന് അവിഭാജ്യ ഘടകമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ അത്ര വലിയൊരു എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് സാധാരണക്കാരന് തോന്നുന്നില്ല. പക്ഷെ ഓൻ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും. സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലാവണം രാഷ്ട്രീയക്കാരുടെ പോക്ക് എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ അവസാനം ആര് വന്നാലും പണാധിപത്യം ജയിക്കണോടത്തേക്കാണ് ഇതിന്റെ പോക്ക് കൊണ്ടത്. ഈ പെൻഷനെ 2000 റുപ്യ ആക്കിയതേ ഈ ഇലക്ഷനൊക്കെ മുന്നേ കണ്ടെന്നാണ് അങ്ങനെ ഒരു ആൾക്കാർ പറഞ്ഞത്. ഈ പ്രതിപക്ഷമൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. 2ാം പ്രാവശ്യം പിണറായി സർക്കാർ വന്നപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് 2500 രൂപ ആക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ 2000 ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? പെൻഷൻ 2000 ആയി എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കാൻ മരുന്നില്ല അറിയും. വല്ലാതെ വെച്ചാൽ അവർ സിസ്റ്റം തകരാറാണ് അറിയും. എല്ലാം പുറത്തേക്ക് ചെയ്തും ആ പാരസെറ്റമോൾ ബാക്കി പുറത്തുനിന്ന് കോളി അറിയും. പിന്നെ അതേമാതിരി നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞിട്ട് ഇവിടെ എടുക്കൂല ഇക്കാ. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ കിട്ടുന്നില്ല. കാരുണ്യ പദ്ധതി നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് നോക്കി. ആദ്യം ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എന്താ PSC മെമ്പർമാരുടെ ശമ്പളം കൊടുക്കും. ഇപ്പോൾ എത്ര 3 ലക്ഷം 4 ലക്ഷമാണ്. ഒരു ഉദ്യോഗസ്ഥന് എത്ര വാരിക്കുവരെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സാധാരണക്കാർ 2000 കൊടുത്തു പറഞ്ഞാണ്ട് കൊട്ടി ആഘോഷിക്കുക. UDF ഭരിക്കുകയാണെങ്കിലും LDF ഭരിക്കുകയാണെങ്കിലും 5 കൊല്ലം കഴിഞ്ഞാൽ ഗവൺമെന്റുകൾ മാറി വരുന്നതാണ് പൊതുജനത്തിന് ഏറ്റവും നല്ലത്. അല്ല, BJP ഗവൺമെന്റ് 2ാം വട്ടം വന്നത് ഈ ബഡായി ബസാറില് ബഡായി മാത്രമല്ല, നല്ല പച്ചയായ രാഷ്ട്രീയവും ഫുട്ബോളും ആഗോള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ ട്രിപ്പും പോകും. ഇതാണ് ഇവിടുത്തെ സ്നേഹവും ഇവിടുത്തെ ചർച്ചയും. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.